ഹായ്, ഞാൻ എലിസബത്താണ്. നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണു. നമ്മൾ വേറെ പല വീഡിയോകളൊക്കെ കണ്ടു, അതിലേക്ക് വരട്ടെ. ഫസ്റ്റ് എനിക്ക് ഈ കമന്റാണ് കാണിക്കാനുള്ളത്. നമ്മുടെ കസ്തൂരിനൊക്കെ ഒന്ന് ബാക്കിലാക്കിയിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ട്. ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ത്രെറ്റനിങ് മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. വിത്തിൻ 1 hour or 2 hour പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കമന്റിലേക്ക് ആദ്യം കിടക്കാം. എന്റെ പൊന്നു ചേച്ചി, പുള്ളി ഒരു മാനനഷ്ടം ഒരു 10 കോടി രൂപയ്ക്ക് അങ്ങ് കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ചാനലുകളിൽ തന്നെ കയറി നിറങ്ങും. ഓരോരുത്തരെ ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങല്ലേ. ഓക്കെ, ഇന്ത്യയിൽ 10 കോടി രൂപ കൊടുക്കാനില്ല. ഫസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കും. ഇന്ത്യയില് ഉള്ള കാശിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജയിലിൽ പോയിട്ട് കിടക്കണേൽ എനിക്കൊരു നാണക്കേടും തോന്നണില്ല. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ 10 കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ 10, 20, 30 അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിൽ നാണക്കേട് ഇല്ല. കാരണം ഞാൻ അതിനെങ്ങാണ്ട് നന്നായിട്ട് നാണം കെട്ടിട്ടുണ്ട്, അതിനെങ്ങാണ്ട് നന്നായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ആൾക്കാരുടെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത് അത് എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്റെ വീട്ടുകാരടക്കം പറഞ്ഞത് ഒന്നും മിണ്ടാണ്ടിരുന്നു. ഞാൻ മുമ്പൊക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ ഭീഷണി കമന്റ് വരുമ്പോൾ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. ഞാൻ അന്ന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോകൾ ഇട്ടപ്പോൾ അതിന്റെ അടിയിലും ഭീഷണി കമന്റുകൾ, സെയിം ഭീഷണി കമന്റുകൾ ഇട്ടിട്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആൾക്കാർ പറഞ്ഞ കസ്തൂരി വെച്ചിട്ടാണ് തുടങ്ങിയത്. കസ്തൂരി വെച്ചിട്ടല്ല ഈ തവണത്തെ ഭീഷണി തുടങ്ങിയത്. ഭീഷണിയല്ല, ഒരു തരത്തിലുള്ള ഡിഫേമേഷൻ. അതെന്ന് പറഞ്ഞ ഡിവിഷൻ ചാനലില് അതിൽ പലരും കണ്ടുപിടിച്ചിട്ട് അത് ഇർഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ കമന്റൊക്കെ ഇട്ടിരുന്നതെന്നും അത് പലരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ള പല വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കമന്റ് ഞാൻ അന്ന് എടുക്കാണ്ടിരുന്നത്. കസ്തൂരിയല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാരണം ഈ പാറ്റേൺ ഒക്കെ ഞാൻ ഒരു തവണ ഓൾറെഡി കണ്ടതാ വേറെ പലരോടും ചെയ്യണത്. ചിലർ കല്യാണം കഴിച്ചപ്പോ രാത്രി മൊത്തം ഉറങ്ങിയില്ല, ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനി ഉറക്കിയില്ല. ഓക്കെ, നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് വിഷമിക്കാം. നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് കല്യാണം ഇല്ലായിരുന്നു എന്നും. അത് വേറെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് വിഷമിക്കാം. അത് മാത്രല്ല ഇനിയും കൂടി അത് ഓർക്കിപ്പിക്കാണ്ട് അവസാനം ആ വീഡിയോയിലും പിടിച്ചിട്ട് തന്നെ ഇരുത്തി. ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉറങ്ങാണ്ടിരുന്നിട്ട് ദൈവമേ അതിൽ പോയിട്ട് ഇരുന്നില്ലെങ്കിൽ പറയും അങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ, ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭാര്യ, ഞാൻ ഇത്ര ടെൻഷനിലും ഇത്ര വിഷമത്തിലും ഇത്ര ആൾക്കാരും ചതിച്ചിട്ടും ഇതിന്റെ ഒപ്പം നിൽക്കാത്തൊരു ഭാര്യയാണ് എനിക്ക് വേണ്ട. എനിക്ക് 100 പെണ്ണുങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നിരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ആൾക്കാര് ചെറിയ പുള്ളികളല്ലാത്ത കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഞാനിപ്പോഴും പറയണു, ഈ ചെയ്യണ വീഡിയോകളൊക്കെ എനിക്ക് എന്ത് സംഭവിച്ചാലും അത് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ എന്നോട് ഓൾറെഡി പല വാർണിങ്ങുകളും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് ലിങ്കുകളൊന്നും അറിയാത്ത ലിങ്കുകൾ തുറക്കരുത്, കാരണം ഹാക്ക് ചെയ്യാനുള്ള ലിങ്കുകളായിരിക്കും. എനിക്ക് ഓൾറെഡി ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓൾറെഡി അത് ഹാക്കിംഗ് ലിങ്ക് ആയിരിക്കാം, തുറക്കരുത് എന്ന് പറഞ്ഞു എന്നോട്. അത് ഞാൻ പിന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ്ലി അത് ഒരു ഹാക്കിംഗ് ലിങ്ക് തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു ലിങ്ക് കോമൺ ആയിട്ട് FBയിൽ നടക്കണ ഒരു ലിങ്കാണ്. അത് എങ്ങനെയാണ് വരുന്നത്? അത് വലിയ കള്ളന്മാരാണോ, അതോ നമുക്ക് തന്നെ കുറച്ച് കമ്പ്യൂട്ടർ ID ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലിങ്ക് വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഹാക്കിംഗ് ലിങ്ക് എന്റെ FBയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ FB എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാന്നുള്ളത് ഭയങ്കര ചാൻസ് ഉള്ള കാര്യമാണ്. FB മാത്രമല്ല, ജീവൻ പോലും ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉള്ള കാരണം FB പോയാൽ അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ജീവനോട് ഇല്ലേ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ കുറെ ആൾക്കാര് മരിച്ചാലാണ് നീതി കിട്ടുള്ളൂ, അതിനു മുമ്പ് ആൾക്കാർ എന്ത് പറഞ്ഞാലും നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി മരിച്ചാലും നീതി കിട്ടാത്ത കുറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവൻ മരിച്ചിട്ട് നീതി കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പില്ല. വലിയ ആൾക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കണമെങ്കിൽ മരിച്ചാലും നമുക്ക് നീതി കിട്ടില്ല.
കൊലപാതകം, ചിലപ്പോൾ സൂയിസൈഡ് ആവാം, അങ്ങനെ പല കാര്യങ്ങളും മാറാം, അല്ലെങ്കിൽ വേറെ ഡീഫെയിമിങ് ചെയ്തിട്ടുള്ള പല കേസുകളും വരാം. ഇത്ര ക്ലിയർ ആയിട്ടൊരു ത്രെറ്റനിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ത്രെറ്റനിങ് പോലത്തെ ഒരു വീഡിയോ, എനിക്കതിൽ ത്രെറ്റനിങ് വീഡിയോ ആയിട്ടാണ് തോന്നിയത്. കാരണം നീ ഇങ്ങനെയൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പലതും ഇടും. ഓക്കെ, ഒക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോന്ന്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ്. എനിക്ക് കുറെ സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല, പക്ഷെ ഇതിൽ ഉൾപ്പെടുന്ന ഗ്യാങ്ങുകൾ, ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ്, അത് എൻ്റെ ഗസ്സുകളാണ്. ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല, ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് 7 വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും. അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വിട്ടു. പക്ഷെ ഒരു 11 മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയില് ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച, അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം. അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ്. അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട്, എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്, അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു, ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല, ആദ്യം വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സഡൻ ആയിട്ട് ഒരു കോള് വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിൽ മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ ഒരു കുട്ടിയുടെ, അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പിന് അല്ലെങ്കിൽ ചെക്കപ്പിന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവരെടുത്തെടുത്ത് 1-2 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരുടെ മുഖങ്ങളാണ് അത്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. എനിക്കറിയില്ല, എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേണ്ട മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കസ്തൂരിനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കസ്തൂരി വീണ്ടും കമന്റുകൾ, പക്ഷെ ഇത് ഫുള്ളായിട്ട് ഡിനൈ ചെയ്തു, ഇത് ആരാന്ന് പോലും അറിയില്ല എന്നുള്ളൊരു ഡിനൈമെന്റ് വന്നിട്ടുണ്ട്. എന്തായാലും അവരുടെ കമന്റ് വായിക്കാം. ഹി മെൻഷൻ ദർ ആർ 2 legally registered marriages. Perhaps that may be true from his side. That doesn't mean he denied Elizabeth. He just didn't talk about her. He may have good intentions. We don't know what was going through his mind at that time. Everything about his life is available on the internet. He can't lie, and he has no reason to lie either. Anyway, it seems that they had a bitter breakup, so people tend to avoid talking about bitter or painful experience. It is common human behavior. പിന്നെ വേറൊരു സിനിമ നടനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരും ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താ പറയാ, ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവര് നിർത്തിയിട്ടില്ല, പക്ഷെ ഇവരുടെ സംസാരത്തിൽ കുറച്ച് ഒത്തിരി മര്യാദ വന്നിട്ടുണ്ട് ഇവരുടെ സംസാരത്തിൽ. പണ്ടത്തെ വൃത്തിയിട്ട ഇതും ഇപ്പം ഇത്തിരി എന്തോ ഒരു വ്യത്യാസം, ഇവരുടെ ഭാഷയിലൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല, പക്ഷെ ടോട്ടലി ഇവരെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കേസായിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് ഇത് ആരുടെ അക്കൗണ്ടാണ്, ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. പിന്നെന്താ പറയാൻ വിചാരിച്ചത്, പിന്നെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ?
അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 2008-2009 വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അതൊക്കെ എല്ലാതും ഇന്റർനെറ്റിൽ മെൻഷൻഡ് ആണ് എന്ന്. ഒരു ബക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്ത ആൾക്കാർക്ക് വേണ്ട പോലെ ന്യൂസ് വരുന്ന കാലമുള്ളപ്പോൾ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റിൽ വരില്ല. ഇങ്ങനെ നാണം കെട്ടിട്ടും അതുപോലെ തന്നെ ഇനി ചത്താലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇനി എന്ത് തരത്തിലുള്ള ഇതും കുഴപ്പമില്ല എന്നൊരവസ്ഥയിൽ ഒരാൾ വന്ന് പറഞ്ഞാൽ മാത്രമാണ്. എന്നിട്ട് ആരൊന്നും എവിടുന്നും ഒരു അപ്രോച്ച് ഇല്ല. അത് വേറെ കാര്യം. എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും മനസ്സിലാക്കാനുള്ളത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൽ പ്രതി ചേർക്കാം, അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കണ്ട കേസുകൾ അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കണേ. അതിനു മുമ്പ് ഞാൻ തട്ടിപ്പോവെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഈ മിഷേൽ ഷാജിയുടെ കേസ് എടുത്ത് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട് എന്നെനിക്കറിയില്ല. ഞാൻ ഇതിൽ ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് എന്റെ ഡൗട്ടാണ്. ഓക്കെ. പിന്നെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ആ മരിച്ച കുട്ടിക്ക് നീതി കിട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. എന്റെ കേസ് ജസ്റ്റ് ഒരു ഞാനേ എടുത്തു ചാടിയൊരു സാധനമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് എന്റെ വീട്ടുകാരന്റെ വാക്ക് കേൾക്കാണ്ട് ഞാൻ പോയിട്ടുള്ള കാര്യമാണ്. എന്റെ വീട്ടുകാരെ അത് കാരണം കുറെ നരകിച്ചിട്ടുണ്ട്, കുറെ വിഷമിച്ചിട്ടുണ്ട്. അവര് ഈവൻ ഡാഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു. ഈ ഒരു എന്റെ ഒരു ഇത് കാരണം തന്നെ വിഷമിച്ചിട്ടും ഇങ്ങനത്തെ ഭീഷണിപ്പെടുത്തലുകളും എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ, ഇങ്ങനെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും എന്നൊക്കെയാണല്ലോ പറയണേ. അപ്പോ അങ്ങനെയൊക്കെ നടക്കുമ്പോ അവരുടെ ഏജ് തന്നെ പെട്ടെന്ന് ഏജിനെയും കണ്ടും കൂടുതൽ പെട്ടെന്ന് വയ്യാണ്ടായോ നടക്കം എനിക്ക് പല സമയത്തും തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു കുറ്റബോധങ്ങളും ഇനി അധികം കൂടുതൽ കുറ്റബോധം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട. അല്ലെങ്കിൽ കുറെ എന്തിട്ടാണ് ഇതിനു മുമ്പ് കസ്തൂരിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത്. മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത, അത് എക്സിക്യൂട്ട് ചെയ്യണത് വട്ടായിട്ടുള്ള എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും 5 മാസ്റ്റർ ബ്രെയിൻ ഇതിന്റെ ബിഹൈൻഡിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് ആ 5 മാസ്റ്റർ ബ്രെയിൻ എനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഓക്കെ, പുള്ളിക്കല്ലേ പുള്ളിയുടെ ശത്രുക്കളുടെ എന്നറിയുള്ളൂ. സോ എല്ലാ ശത്രുക്കളുടെയും ഒറ്റയടിക്കിട്ടിട്ട് ഡിഫേമിങ് കേസ് ഇട്ട് കൊടുക്കാം. ഈ ഇടുന്ന വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല, ഞാൻ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് കേസ് എടുക്കണമെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആക്കാം, കേസെടുക്കാം, ശിക്ഷിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഐ ആം ഓക്കെ. പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ്. അത് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറെ സഹിച്ചു, മിണ്ടാണ്ടിരുന്നു, ഓക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത്ര കാലമായിട്ടും ഇന്റെ ആ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് ഇന്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ കമന്റും അത് കണ്ടുപിടിച്ചത് ഇയാളാന്ന് അറിഞ്ഞിട്ടും അതും വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്റെ ഈവൻ മെഡിക്കൽ ലൈസൻസ് അടക്കം ക്യാൻസൽ ചെയ്യണം, ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് ഇതാണ്. പിന്നെ ഞാൻ ഏത് കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു മീഡിയയിൽ ചോദിക്കുന്ന കണ്ടു. അപ്പൊ എന്താണ് ഈ എന്തുട്ടാണ് നെടുമുടി വേണു പറയണ പോലെ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി, നെടുമുടി വേണുവിനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമില് തേങ്ങ എറിഞ്ഞു പൊട്ടിക്ക് സ്വാമി എന്ന് പറഞ്ഞ പോലെ സൈഡ് കോറസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ബാക്കി തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ. അടുത്തത് കസ്തൂരിയുടെ തന്നെയാണ്. യു ആർ ഓൾ സീരിയസ്ലി ഗോയിങ് ക്രേസി, സോ പാരനോയിഡ്. യു ഷുഡ് ഫിയർ യുവർ ഓൺ മൈൻഡ്. I strongly believe that person is very harmless, good person. It's your own anxiety, paranoia and cultural racism causing unnecessary fear. Everyone in India is very cautious of Kerala now.
because of how narrow-minded most people in Kerala are. A young guy who killed 6 of his family members, a 13-year-old raped by 60 Kerala men, and a young man killed with poisoned juice by his partner are few examples of how Kerala condition is. These comments are from Malayalis. It has been a big struggle living in Kerala for the past 25 years. എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ട്. ഫുൾ ഹെയ്റ്റ് സ്പീച്ച് കേരളത്തിന് അഗേൻസ്റ്റ്. ഇതിപ്പോൾ ഇതിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് നീതി കിട്ടിയിട്ടില്ല, പലർക്കും നീതി കിട്ടിയിട്ടില്ല, ഇതൊക്കെ കുറേ തവണ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും എനിക്കെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടണമെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല. ആൾക്കാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ സന്തോഷം കെടുത്താം. സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ഇതിടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിള് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ. പിന്നെ ആ ഡോണറിന്റെ കേസ്, എന്തിനാ ഡോണർ വന്നു? എനിക്കും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്തിനാണ് ആ ഡോണർ വന്നത്? ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു? ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കൊടുക്കാൻ റെഡിയായിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല? അതെന്തുകൊണ്ട് ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല? മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല? പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ആണെന്ന് കണ്ടപ്പോൾ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന്. അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട്, ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമിൽ തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നോട് അത് ഒരു സെർവന്റ് ആണെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങേക്ക് ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവര് വന്നിട്ട് കരയുണ്ട്. ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പാന്ന് പറഞ്ഞത്. ഇന്റെ എ പോസിറ്റീവ് ആണ്, ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു, നാണം കെട്ടു. ഞാൻ ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അത് ഈവൻ എന്റെ ഫോട്ടോ വീഡിയോ പുറത്തു വിടുക, അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് മോശം പറയുക. എന്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ എന്റെ കയ്യില്. ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ്. നിന്നെ എന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ. അപ്പോൾ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു? അതുപോലെ തന്നെ അവരുടെ വീട്ടുകാര് സ്വന്തം ഇണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ മറന്നിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത് ഇത്രയ്ക്ക് വിലയുള്ളൂ? എന്തായാലും അതൊന്നും ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ. പിന്നെ ആരിനെയോ കൊണ്ടുവരും, ആരിനെയോ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഭീഷണിയുടെ സ്വരാണ് തോന്നിയത്. വേറെ ആൾക്കാർക്ക് തോന്നാത്തത് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയില്ല എന്താന്ന്. നമുക്ക് മാത്രം കണ്ട് നടക്കണല്ലോ, അതോ എല്ലാവരുടെയും കേസ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ എല്ലാവരും അറിയണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതുവരെ സഹിച്ചത് ഓക്കെ. കുറെ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു, കുറെ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു, കുറെ ആൾക്കാരുടെ മുന്നിൽ പല തരത്തിൽ ഇത് ചെയ്തു. ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി, മെന്റൽ അബ്യൂസ് ഉണ്ടായി, എന്താ പറയാ, ലിറ്ററലി യൂസ് ചെയ്തു. ഓക്കെ, ഇത്രയൊക്കെ പ്രശ്നമുണ്ട്. ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പലരോടും പറയണത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട്. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങളുടെ കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് എത്ര 3 ആഴ്ചയോ 1 മാസത്തിന്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജൊക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും വൈനായിട്ടും
പിന്നെ വൈനും ബിയറായിട്ടും വൈനും ബ്രാൻഡി ആയിട്ടും വൈനും ബക്കാഡിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ഒരാൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം അതൊന്നും ഇല്ല, നമ്മളാണ് അവസാനം മരുന്ന് മാറ്റിയിട്ട് കൊടുത്ത് ആൾക്കാരനെ കൊല്ലാൻ നോക്കണ ആള്. അല്ലാണ്ട് ഞാൻ മുമ്പ് ഇത് തടയാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലെ സമയത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു വിലയും തരുന്നില്ല, അപ്പോൾ ഇല്ലില്ല മോള് നോക്കിയാൽ ശരിയാവും, അതുപോലെ തന്നെ ഇനി അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും വീട്ടിൽ കയറില്ല എന്ന് വാക്കുകൾ പലരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒരു പണിക്കാരിയായിട്ട് ഈ കാര്യങ്ങൾ ഒരാള് ഡോണറിന്റെ മുറിവ് നോക്കാനും ഇവരുടെ മുറിവ് നോക്കാനും ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ഇവരുടെ വീട്ടുകാർ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. കാരണം ഇത് കഴിഞ്ഞ് എല്ലാം ഹെൽത്ത് ഓക്കെ ആയ സമയത്ത് ഇവര് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല മോള് പൊക്കോ, അത് കഴിഞ്ഞിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി അതിനൊക്കെ കുറെ എക്സ്പ്ലനേഷനൊക്കെ ഇവള് എന്തിനാണ് ഇയാളുടെ അവിടേക്ക് പോയത്, കാശ് കണ്ടു പോയ ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ സൈൻ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവര് പറഞ്ഞ എനിക്ക് ഇനി മാരി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇവര് വരുത്തീർക്കുന്നുണ്ട്. വാട്ടെവർ, അതെനിക്കൊരു പ്രശ്നമല്ല. പിന്നെ നമ്മുടെ കസ്തൂരി തന്നെ ബാക്കി കമന്റാണ്. 13-year-old girl raped by 60 Kerala men and a young man killed with poison juice by his partner are few examples of how Kerala condition is. These comments are from Malayalis. It has been a big struggle living in Kerala for the past 25 years. I have no idea where this antisocial culture will lead Malayalis to. I am thinking of leaving Kerala at the earliest opportunity. I feel things are getting worse in the state day by day. Civilized people are leaving and Chaparis stay back in Kerala. If few Chaparis becomes the majority, just imagine the scale of nonsense and drama every day. Social media is a reflection of current society. Whoever doesn't match their indirect social norms and standards are bullied to the peak. ഇതിനെ കുറിച്ചൊന്നും ഞാനല്ല പറയേണ്ടത്. ഇങ്ങനെയൊക്കെ ഇത്രയ്ക്കും ഒരു വിദ്വേഷമുള്ള ഒരാൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. അറിയില്ല എന്തിനാ അവരിവിടെ ജീവിക്കണേന്ന് എനിക്കറിയില്ല. ഇത്രയ്ക്കും ഒരു പബ്ലിക്കായിട്ട് ഒരു വിദ്വേഷ കമന്റ് ഒരു സ്റ്റേറ്റിന് എതിരെ ഇട്ടിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല. അറിയില്ല ഇതൊക്കെ കേസിന്റെ ഒരു ഇതാണോ എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ അത്ര ബോധമുള്ള ആളൊന്നല്ല. വലിയ കേസുകളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പൊ കുറെ കള്ളത്തരങ്ങൾ കണ്ടിട്ടും അതൊന്നും ശരിയായില്ല എന്ന് മനസ്സിന് നല്ല ബോധമുള്ള കാരണമാണ് അതൊക്കെ പറയണമെന്ന് വിചാരിച്ചത്. പല കേസുകളുണ്ട്, 1-2 കേസൊന്നുമല്ല, പല കേസുകൾ പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോകൾ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേൾക്കാം, സപ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യാം. ഇതുപോലത്തെ പുതിയ കുറെ ഐഡികൾ വന്നിട്ട് ഇപ്പോൾ തെറിവിളികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഐഡികൾക്ക് ഒരു ഇന്റെ അക്കൗണ്ടിൽ മാത്രമല്ല പല പല അക്കൗണ്ടുകൾ, അതായത് ഇതിനെപ്പറ്റി പറയുന്ന വീഡിയോകളുടെ അടിയിലും ഇതുപോലത്തെ അക്കൗണ്ടുകൾ വരുന്നുണ്ട്. പീസ് ആക്കാൻ അങ്ങോട്ട് ചെല്ല്. ഒരു പെണ്ണ് എവിടെ നിൽക്കണമെന്ന് ഒരു പെണ്ണിന് ബോധം വേണം. അല്ലാതെ FB മെസ്സേജ് ഇട്ടിട്ട് അങ്ങോട്ട് കയറി കൊടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ അവൻ എന്നെ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു എന്ന് പറയാൻ നാണമില്ലേ? ഇത്രയും കാലം വായിൽ കോഴിക്കട്ട ആയിരുന്നോ? ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് കുരു പൊട്ടാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ പറയാം. ഇതിനൊക്കെ എന്താ പറയാനുള്ളത്? ഓക്കെ, ഞാൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തത്, അതിലെനിക്കൊരു മാറ്റമില്ല. ആ പറയണേൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഒരാള് പ്രേമിച്ചു പ്രപ്പോസ് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ഡാഷ് തരങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവർക്കൊക്കെ അത് ശരിയായിട്ടാണ് തോന്നണേ. മലയാളി പെണ്ണുങ്ങൾ അണ്ണാച്ചിയുടെ കോടി കണ്ടിട്ട് പോയതല്ലേ, ഇവരും അങ്ങോട്ട് പോയതാണെന്ന് ഇവർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഓ, ഞാൻ കോടി കണ്ടിട്ടാ പോയെന്ന് എപ്പോഴാണോ വീഡിയോ ഇട്ടണേ? അടിപൊളി. എല്ലാം സൈക്കോകളാണ്. ഓക്കെ, ഇവര് ആ വീഡിയോ ഒക്കെ എവിടെ നിന്ന് കണ്ട? ഞാൻ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. ഒരാൾക്ക് ഇഷ്ടം തോന്നണേൽ ഇത്ര തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇഷ്ടം തോന്നിയിട്ട് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്റെ വീട്ടുകാരുടെ ഓരോ
ഡാഡി മുതൽ എന്റെ ചേട്ടന്മാര് മുതൽ ചേട്ടന്മാരുടെ ഭാര്യമാര് മുതൽ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണേന്നും 2 ദിവസത്തില് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതില് ഒരാളുടെ ഫ്രണ്ടിനടക്കം കണ്ടുപിടിച്ച ആളാണ് ഈ പുള്ളി. അത് കഴിഞ്ഞപ്പോ പ്രപ്പോസല് ഏകദേശം ഓക്കെ ആയ പോലത്തെ ആളാണ്. അതായത് വീട്ടിൽ ഇത്ര മാത്രം പ്രൊഫസർമാരുണ്ട്, ഇത്ര മാത്രം ഡോക്ടർമാരുണ്ട്, ഇതൊക്കെ. അപ്പൊ ഒരു ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? അതെനിക്ക് മനസ്സിലാവണില്ല. അത്ര നേരം ഞാൻ എന്റെ മോൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞ ആള് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയത് എന്താണെന്ന് എനിക്കറിയില്ല, ഈ വീട്ടിലത്തെ ഹിസ്റ്ററി ഒക്കെ കണ്ടപ്പോ. അതുപോലെ തന്നെ എന്റെ കഥകൾ മൊത്തം ലിസൺ ചെയ്തു. 8 മാസം ഞങ്ങള് ഫോണിലൂടെ സംസാരിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് നടക്കണത്. പ്രേമിക്കണത് ഇത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സെയിം ആള് വേറൊരു കമന്റാണ്. 2 കല്യാണം കഴിച്ച ഒരു സൈക്കോയുടെ FB പോസ്റ്റ് കണ്ടിട്ട് പ്രണയം തോന്നി അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയ പണിയുടെ കൂലിയല്ലേ ഇപ്പോൾ കിട്ടിയത്. ഡോക്ടറാണ്, വിവരമില്ല, വെല്ലോന്റെയും കോടിയും ഗ്ലാമറും കാണുമ്പോൾ ഓടിപ്പോയാൽ ഇങ്ങനെയാണ്. ബുദ്ധിയുള്ള ആണുങ്ങൾ ഓർ പെണ്ണുങ്ങൾ പ്രൂഫ് ഉണ്ടാക്കി വെക്കും. ഇനിയും അയാൾ തിരിച്ചെടുത്ത് എന്ന് പ്രൂഫുണ്ടോ? എങ്കിൽ രക്ഷപ്പെട്ടു. ഭർത്താവ് മോശമായി പെരുമാറി ജീവിക്കാൻ ബുദ്ധിമുട്ടാണേ. അങ്ങനെ പറഞ്ഞിട്ട് കുറെ സാധനമൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. ഇതൊക്കെ സെയിം കമന്റ്. ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ഓക്കെ, ഒരാൾക്കൊരു വീഡിയോ കാണുമ്പോൾ അത് എതിർപ്പുണ്ടാവുമ്പോൾ ഒരു തവണയൊക്കെ ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാരുടെ അഭിപ്രായം പറയണത് നോർമലാണ്. അത് ചിലപ്പോ അവരുടെ മെന്റാലിറ്റി, അവര് അനുഭവിച്ച ജീവിതത്തിലുള്ള പാഠങ്ങളൊക്കെ വെച്ചിട്ട് പറയണമായിരിക്കും, അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് അവർ എഴുതണമായിരിക്കും. പക്ഷെ വീണ്ടും വീണ്ടും ഒരേ ആൾക്കാർ തന്നെ, അതിന്റെ അടിയിൽ വന്ന ആള് സെയിം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആൾ തന്നെയാണ് വീണ്ടും കമന്റ് ഇട്ടോണം. അവർ രണ്ടുപേരും ജോഡിയായിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കണേ. അവര് അറിയില്ല ആര് പറഞ്ഞിട്ടിരുന്നാണ്, ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ ഇന്നെ പറ്റിയിട്ട് കസ്തൂരിക്ക് അറിയണ പോലത്തെ ഡീറ്റെയിൽസ്, ഇന്നെ പറ്റി മോശം പറയണ ഡീറ്റെയിൽസ് ഒന്നും ഇവര് പറഞ്ഞിട്ടില്ല. ഇത് സാധാ ആൾക്കാര് ഇടുന്ന പോലത്തെ ഇന്നെ പ്രൊവോക്ക് ചെയ്യണ പോലത്തെ കമന്റ്സുകളാണ്. എന്നിരുന്നാലും അങ്ങനത്തെ കമന്റ്സുകളും വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമന്റുകൾ കാണിച്ചത്. ഓക്കെ, എനിക്ക് ഈ കമന്റ് ഭയങ്കര അത്ഭുതമായി. ഒരാൾ വന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആദ്യം തെറ്റ് വേറെ ആളുടെ ഭാഗത്തുനിന്നും, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ തെറ്റ് ഓക്കെ പഴയ ഭാര്യമാരുടെ കൂട്ടം, അത് തന്നെ എനിക്കെന്തോ ഒരു കോമഡി പോലെ തോന്നി. ചേർന്ന് ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പല ഘട്ടത്തിൽ തോന്നി. ഭയങ്കര ആലോചന കേട്ടോ. ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ എനിക്കൊന്നാ പറയാനുള്ളൂ, എനിക്ക് നീതി കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രല്ല എന്റെ പേരിൽ കേസ് വരും എന്നെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണ വരെ, അങ്ങനത്തെ ഒരു സാധനം എടുക്കണ വരെ, എന്റെ FBയും യൂട്യൂബും എല്ലാതും കളയണ വരെ, അല്ലെങ്കിൽ വെറുതെ ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് പോയിട്ട് ഓക്കെ എല്ലാം സഹിച്ചിട്ടിരിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കറിയാം എന്താണ് 14 വർഷമായിട്ട് മുമ്പ് ആളുകൾ സഹിച്ചേരുന്നത്, എത്രമാത്രം അവർ ടോർച്ചർ ചെയ്തിരുന്നു, എത്രമാത്രം അവരുടെ കമന്റുകളിൽ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ആരിനെയൊക്കെ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഉദയം. പക്ഷെ എനിക്കിതിനൊക്കെ എതിർത്ത് പറയാൻ പേടിയായിരുന്നു. എനിക്ക് പല കാര്യത്തില് എന്നെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ ചേട്ടൻ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, DM പഠിക്കുകയായിരുന്നു. അത് ഏത് കോളേജാണെന്നോ ഞാൻ പറയുന്നില്ല. അവിടെ പഠിക്കുമ്പോൾ അവനെ തോൽപ്പിക്കുന്നു, അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. കാരണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അവരാണ്. അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ വിട്ടു. പക്ഷെ ഇന്നെ ഭീഷണിപ്പെടുത്തിയ കമന്റുകളിൽ, അന്ന് ഞാൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇട്ട കമന്റുകളിൽ ഇന്റെ ചേട്ടൻ ഇവിടെയല്ലേ പഠിക്കണേ, അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇത് എന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാൻ ഉള്ളപ്പോൾ നടന്നിട്ടുണ്ട്. സോ എനിക്ക് അതിന്ന് പുറത്തു പോകാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും എനിക്ക് അത്ര ധൈര്യമുള്ള ആളൊന്നല്ല. പക്ഷെ ഇപ്പൊ ധൈര്യം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ആ ധൈര്യം വന്നോണേ. ഇനി എന്തുണ്ടായാലും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോകള് മരിക്കുന്നതിന് മുമ്പ് ഒരു ഡൈയിങ് ഡിക്ലറേഷൻ ഒക്കെ എടുക്കുമെന്നാണ് പറയണേ. ഇത് ഏതെങ്കിലും വഴിയിൽ ചിലപ്പോ വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ
കെട്ടി ഇത് ചെയ്തിട്ടൊക്കെ എന്നെ കെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സത്യമൊക്കെ പറയണമെന്നും അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം. വെറുതെ എന്തിനാ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാപം കൂടി ഞാൻ ഏൽക്കണേ, അതിന്റെ കാര്യമില്ലാന്ന് തോന്നി. സോ ഇത്രയൊക്കെ പറയാനുള്ളൂ. സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര താങ്ക്സ്. ആക്ച്വലി നിങ്ങളോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഭീഷണികൾ വരും. പല ആൾക്കാരുടെ വീട്ടില് ഭീഷണിയായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുണ്ടാവും. സോ ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല. സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഭയങ്കര താങ്ക്സ് ഫ്രം മൈ ഹാർട്ട്. ബൈ. ഹായ്, എലിസബത്ത് ആണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അക്കൗണ്ടിന്റെ കമന്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതിന് ഒപ്പം കുറച്ചൊപ്പം നടന്ന കാര്യങ്ങളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇനി ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഞാൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഓക്കെ, ഈ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈവൻ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടതുണ്ട്. ഇന്നെ ബാധിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ അജു ലക്സിന്റെ കേസ്, ചെകുത്താന്റെ കേസിൽ ഞാൻ കണ്ട പോലെ തന്നെ പല കേസുകളിൽ ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് ഈവൻ ഇഫ് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു മുമ്പ് എല്ലാതും എനിക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ കസ്തൂരിനെ മാത്രം കൂടുതൽ സെലക്ട് ചെയ്യണ കാരണം എന്ന് പറഞ്ഞാൽ, ഐ തിങ്ക് ഐ നോ ദിസ് പേഴ്സൺ. ഇവരുടെ കമന്റുകൾ കണ്ടാലും അതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ ഫേക്ക് കമന്റ്സുകൾ വരുന്നുണ്ട്. അതായത് ഇങ്ങനെ കുറെ ശത്രുക്കളുണ്ടല്ലോ. അപ്പോൾ ആ ശത്രുക്കൾ പലതും ചിലപ്പോൾ ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ കമന്റ് ചെയ്തിട്ട് ഓക്കെ അവളത് ഈ കമന്റ് വെച്ചിട്ടും വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ വെച്ചിട്ട് പ്രൊവോക്ക് ചെയ്യണ കുറെ കമന്റുകളുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ട ആൾ. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ആൾക്ക് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഉപകാരത്തിനല്ല, ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തോണെ. സോ ആ ഉപദ്രവമാണ് ഇതിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാര് ഓക്കെ ഒരു ഫിലിം സ്റ്റാറിനെ കെട്ടാനുള്ള യോഗ്യതയില്ല, കാണാൻ ഭംഗിയില്ല, അതൊന്നും ഇന്നെ എഫക്റ്റ് ചെയ്യണ കാര്യം തന്നെയല്ല. സോ അങ്ങനത്തെ കുറെ കമന്റുകളൊക്കെ കണ്ടു. അതൊന്നും എടുക്കാണ്ട് ഇവരുടെ മാത്രം കമന്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണൽ വരണ PR വർക്ക് മാത്രമല്ല, പേഴ്സണലി ഇവരുടെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളതിനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സോ ഓക്കെ, നമുക്ക് ആദ്യത്തെ കമന്റിലേക്ക് കിടക്കാം. ഇഫ് യു വിഷ് ഹിസ് liver to stop working, either you or your family member heart might stop working. That's what hate does. So put your brain to work and think positive. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഗുണ്ടായസ് ഇതൊക്കെ വിട്ടിട്ട് കൂടോത്രം തുടങ്ങിയിട്ടുണ്ടോന്നാണ്. കാരണം ഒരു 10-30 ദിവസം മുമ്പ് എൻ്റെ ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ വന്ന് നോക്കുമ്പോൾ 3 ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര സിവിയർ ആയിരുന്നു, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാണ്. മാത്രമല്ല കൂടോത്രത്തിന്റെ പരിപാടി ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പ്രേതബാധ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പല തരത്തിൽ എന്നെ ഹരാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടികൾ വേറി. സോ ഐ ഡോണ്ട് നോ. ഓക്കെ, അവർ ഗുണ്ടായിസം വിട്ടിട്ട് വേറെ പരിപാടിക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഈ കമന്റ് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ആൾക്കാർ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യം. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. കാരണം ഓക്കെ, കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ പേടിച്ചിട്ട് ചെയ്തു. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാൻ വേറെ ഒരു ഇതായിട്ട് പോയിട്ടടക്കം എൻ്റെ പിന്നാലെ വന്നിട്ട് പല നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടും എൻ്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മളെല്ലാം പറഞ്ഞ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ലീഗലി കൊടുക്കാം എന്നുള്ള കാര്യം, ലീഗലി കൊടുക്കാം. പക്ഷെ അതിനൊക്കെ
അറിയില്ല എനിക്ക് എന്താ അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഞാൻ ലോയറിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറയണു. കേസിന് അത്ര സ്ട്രോങ് ഇല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടാവണം, അങ്ങനെ ഇങ്ങനെ ഇത് അത് എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ നമ്മൾ പീഡിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അത് ചെയ്യണത്. നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് അടി കിട്ടുന്നതാണല്ലോ. അതിനൊന്നും നമ്മൾ ക്യാമറ വെച്ചിട്ടല്ലോ നമ്മൾ അടി കിട്ടുന്നത്, ക്യാമറ ഫോക്കസിലല്ലോ എടുക്കണത്. അപ്പം അങ്ങനത്തെ തെളിവുകൾ ഇല്ല. അടി കിട്ടിയ ഞാനപ്പോൾ കേസ് എടുക്കായിരുന്നു. ഞാൻ ആകെ ചെയ്തത് പാലാരിവട്ടം സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ല. അത് ഞാൻ ചെയ്ത് തെറ്റ്. റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ഒരു സ്നേഹമാണോ ഇപ്പം നിങ്ങളിപ്പോൾ ലിവർ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതെന്താണാവോ അന്ന് എന്തോ കൊടുക്കാൻ തോന്നിയില്ല, ചിലപ്പോൾ അതും പേടിച്ചിട്ടായിരിക്കും കൊടുക്കാണ്ടിരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളാണ്. കാശുണ്ട്, മണീൻ്റെ, പവറുണ്ട്. ഞാൻ പല സമയത്ത് ഗുണ്ടകൾ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പോലീസുകാർ വരുന്ന കണ്ടുണ്ട്, പല സമയത്ത് പൊളിറ്റീഷ്യൻസ് വരുന്ന കണ്ടുണ്ട്. മാത്രമല്ല ഈ മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസ്, ആ കേസിലെ ഈവൻ ഇപ്പോൾ IAS പഠിക്കാനുള്ള ഒരു കേസൊക്കെയാണെന്ന് പറഞ്ഞു. അത്ര വലിയ കേസൊക്കെയാണെന്നാണ് പറഞ്ഞത്. അത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്ര സീക്രട്ട് ആയിട്ടുള്ള നടന്നിട്ടുള്ള കേസ് പോലും അങ്ങേരനെ അറസ്റ്റ് ചെയ്യണതിൻ്റെ 6 മാസം മുമ്പ് ഇങ്ങേർക്ക് ഒരു SP ഇയാളിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കട്ട് ചെയ്യണം, ഇനി ഇന്നെ വിളിക്കേണ്ട, നിങ്ങളും അവരായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സത്യമാണോ എന്നറിയില്ല. കാരണം 100% സംസാരിക്കുന്നതിൽ 80% മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ പൊങ്ങച്ചം പറഞ്ഞതിൽ പറഞ്ഞാണോ എന്നറിയില്ല. പക്ഷെ ഞാൻ അത് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം, അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കേണ്ട. കാരണം സീക്രട്ടായിട്ട് നടത്തിയൊരു മിഷൻ എങ്ങനെ ഇയാൾക്ക് മാത്രം അറിയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് പേടിയാണ്. കാരണം SP റാങ്കിലുള്ള ഒരാൾ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ആ കേസ് നടക്കുന്ന സമയത്ത് അന്ന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് എല്ലാ ന്യൂസ് ചാനലിലും കൊണ്ടുപോയി പിടിച്ചിട്ട് ഇരുത്തിയായിരുന്നു. അത് എൻ്റെ ഇഷ്ടത്തിൽ ഇരുത്തിയിട്ടല്ല. അന്ന് ഇരുത്താൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരധികം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യില്ല എന്നുള്ള ഒറ്റ ഒരു കേസിന് കൊണ്ടാണ് എല്ലാ ഇൻ്റർവ്യൂവിലും എന്നെ പിടിച്ചിട്ട് അവിടെ ഇരുത്തിയിരുന്നത്. മാത്രമല്ല നികേഷ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞു ഭാര്യ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു ട്രോളാക്കിയിട്ട് എടുത്ത സംഭവമാണ്. അത് പുള്ളിക്ക് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ ഇന്ന അമ്മ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാര്യ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഓരോ കേസുകളാണ്. അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. അപ്പം അതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ എനിക്ക് പേടിയും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ഇതൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ വീഡിയോകളിൽ പറയാമെന്ന് വിചാരിക്കണേ. മാത്രമല്ല ഈ കസ്തൂരിനെ എസ്പെഷ്യലി എടുത്തിട്ട് വെച്ചോണേ. കാരണം ഇത് ഞാൻ വിചാരിക്കുന്നതാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും ഉപദ്രവിച്ച ഒരാളിൽ വന്ന ഒരാളാണ് ഈ ഞാൻ ഗുണ്ടയാണെന്നും പറഞ്ഞില്ല. ഓക്കെ, നെക്സ്റ്റ് കമൻറ്റിലാണ് അത് വരുന്നത്. ഓക്കെ, വെയിറ്റ്. വീണ്ടും അടുത്ത കമൻറ്റ്. ഡു യു തിങ്ക് ബിഫോർ പുട്ടിംഗ് ദിസ് വീഡിയോ ഷീ സേസ് ഇൻ ഹെർ പോസ്റ്റ് ഡാഷ് ത്രെറ്റൻഡ് ഹെർ അബൌട്ട് ഹെർ മെൻ്റൽ ഇൽനെസ്. അതെ, മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ട് ത്രെറ്റൻ ചെയ്തു എന്നും അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റിനെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരോടും വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫേക്ക് ID എന്ന് വന്ന കമൻറ്റും, ആ കമൻറ്റ് എല്ലാവരും എടുത്തിട്ട് ആരാണ് ആ ഫേക്ക് ID എന്നും ആ ആളും ഇങ്ങേരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പല വീഡിയോകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മെഡിക്കേഷൻസ് ഷീ ടുക്ക്. ഓക്കെ, മെഡിക്കേഷൻസ് ഷീ ടുക്ക് ഇവർക്ക് എങ്ങനെയാണ് അറിയണേന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ്. ഇത്ര കാലം ഞാൻ പ്രഗ്നന്റ് ആവില്ല എന്നാണല്ലോ പറഞ്ഞോണേ. പല തവണയും ഇന്റർവ്യൂവിൽ ഞാൻ പ്രഗ്നന്റ് ആവില്ല, അവൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എവിടുന്നാണോ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് എന്ന് മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇവൾക്ക് പ്രഗ്നൻസി ആവില്ല എന്ന് ഈ ഒരു മനുഷ്യൻ പല ഇന്റർവ്യൂകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കെട്ടണേന്നോ അങ്ങനെയൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഡയറക്ട്ലി പറയുന്നില്ലല്ലോ. ഞാനും ഡയറക്ട്ലി ഒന്നും പറയുന്നില്ലല്ലോ, അത് ഇൻഡയറക്ട്ലിയാണ് പറയണേ. ഇപ്പോൾ അത് മാറ്റിയിട്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ഓൾസോ ഹാസ് പാരനോയോ ആൻഡ് ബിലീവ്സ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഗുണ്ടയാന്ന് വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നോട്ട്, ഗുണ്ടയാന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ പാരനോയ ഉണ്ടെന്ന് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. നിങ്ങൾ സൈക്കാട്രിസ്റ്റാന്ന് എനിക്ക് തോന്നണില്ല, അത് വേറെ കാര്യം. പിന്നെ ഗുണ്ടയാണോ? ഗുണ്ടയല്ല.
നിങ്ങൾ തന്നെ പല സ്ഥലത്തും ഓക്കെ അടുത്ത കമൻറ്റിൽ വരുന്നുണ്ട്. ആ കമൻറ്റ് വരുമ്പോൾ ഞാൻ കൂടുതൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഗുണ്ടയാണോ അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് വേറെ സപ്ലയർ ആണോ എന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, I am not sure if she has real fear or pretending like that so that she has a reason to validate all the bad things she says about on the video. വീഡിയോയിൽ പറഞ്ഞ പോലെ ബാഡ് തിങ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിയർ ചെയ്യണമാണോ? അത് നിങ്ങളുടെ ഇഷ്ടം. അതെങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. ചിലപ്പോൾ അത് ഫിയർ ആയിരിക്കാം, അത് ചിലപ്പോൾ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അത് നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. അത് അന്വേഷിച്ചാലല്ലേ കണ്ടുപിടിക്കേണ്ടി വരുള്ളൂ. അന്വേഷിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതിന് കേസ് കൊടുക്ക്. ഐ ആം ജസ്റ്റ് എൻ ആവറേജ് കമൻഡർ ലൈക്ക് എവരി വൺ എൽസ്. പക്ഷെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണം, ക്യാഷ്വല സപ്പോർട്ട് ചെയ്തതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. വെൽ സ്റ്റഡീഡ് ആളാണ്. വീട്ടിലത്തെ കാര്യം അറിയാം, നാട്ടിലത്തെ കാര്യം അറിയാം. അതുപോലെ തന്നെ എന്തുകൊണ്ട് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റ് മെഡിക്കേഷൻസ് ടുക്ക്, ഇതൊന്നും ആ കമന്റിൽ ഞാൻ കണ്ടില്ല. ആകെ സൈക്യാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതൊക്കെ പറഞ്ഞ് ആൾക്കാരോട് വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കമന്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് പ്രഗ്നന്റും അതുപോലെ തന്നെ മെഡിക്കേഷൻ ടുക്കൊക്കെ പുള്ളിക്കാരുടെ അഡീഷനാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ ശരിക്കും? ഇല്ലില്ല, നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് അവരുടെ ആളാണ്. കൊടുക്കാനുള്ള ആൾക്കാർ വേറെ കമൻറ്റുകൾ ഇട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിൽ ആദ്യം കാണിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ജസ്റ്റ് ബിക്കോസ് ഹീ ഈസ് എ മാൻ ആൻഡ് സംവാട്ട് വെൽത്തി ഡസൻറ്റ് മീൻ ഹി ഹാസ് നോ ഫീലിങ്സ് ഓർ വാല്യൂ ഓർ ഹാസ് ടു. അങ്ങനെയൊന്നുമില്ല. നല്ല കാശുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങളെ എനിക്ക് ഒരു അച്ഛനും 2 ചേട്ടന്മാരും ഉണ്ട്. അതുകൊണ്ടൊന്നും എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ബാക്കിയുള്ളവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. All over her speech, she is an angel who didn't do any wrong. ഞാൻ എവിടെയാണ് ഏഞ്ചലാന്ന് പറഞ്ഞത്? പക്ഷെ ചില ആൾക്കാർ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിപ്പോയിട്ടല്ല, ഇറക്കി വിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റർവ്യൂവിൽ വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് അതറിയാത്ത പോലെ ഇന്റർവ്യൂറും ചോദിക്കുന്നുണ്ട്, എലിസബത്തിന് എങ്ങനെയുണ്ട്? എലിസബത്ത് ഗോൾഡാണ്. പക്ഷെ ഞങ്ങളുടെ വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല. ഇഫ് ഷീ വാസ് എൻ ഏഞ്ചൽ വൈ വുഡ് എ ഗായ് ലീവ്? പുള്ളിയുടെ വീട്ടിൽ തന്നെ ഇല്ലേ? എവിടുന്നാ ലീവ് ചെയ്തത്? At one point she says she is the one who left him. Anyway, it's clear she has some serious mental illness. Oh my god. നിങ്ങൾക്ക് സൈക്കാട്രിയിൽ ഇതുണ്ട് എന്നൊക്കെ. എനിക്ക് ഡിപ്രഷൻ എടുക്കുന്നുണ്ട്. ഞാൻ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അത് ആക്ച്വലി സീരിയസ് മെൻ്റൽ ഇൽനെസ് തന്നെയാണ്. അത് മെൻ്റൽ ഇൽനെസ്സിൽ പെടാത്ത സാധനമൊന്നുമല്ല. സൈക്കാട്രിസ്റ്റ് തന്നെയാണ് അത് കാണുന്നത്. ഹൗ ക്യാൻ എ മാൻ ഓർ വുമൻ ലിവ് എ ലോങ് ടേം ലൈഫ് വിത്ത് സമ്മൺ വിത്ത് മെൻ്റൽ ഇൽനെസ്? അതൊക്കെ അറിയില്ല. അത് എന്നോടും ആക്ച്വലി ചോദിക്കണം, അതെങ്ങനെ ഇത്ര കാലം ജീവിക്കാൻ പറ്റിയെന്ന്. ഇന്ത്യൻ ലോ ഡസൻറ്റ് അലൗ മാരേജ് ഓഫ് ദോസ് വിത്ത് മെൻ്റൽ ഇൽനെസ് ആൻഡ് ഇന്ത്യൻ മെഡിക്കൽ ബോർഡ് ഡസൻറ്റ് അലൗ ഡോക്ടേഴ്സ് വിത്ത് മെൻ്റൽ ഇൽനെസ് ടു പ്രാക്ടീസ്. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലും ഉണ്ടോ? ഇന്ത്യൻ മെഡിക്കൽ ബോർഡിലുള്ള ആൾക്കാരൊന്ന് ആൻസർ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ്സും കിട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കലും ഓൾറെഡി എൻ്റെ എൻട്രൻസ് നിർത്തി ഇന്ന എക്സാം എഴുതിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്ത് MBBS കഴിഞ്ഞില്ലേ, MDക്ക് പോകണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയണത് അവളെ MBBS ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ്. കാരണം ആദ്യത്തെ ഒരു തവണ ഞാൻ ഇല്ല പുള്ളിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. തോറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെ തോറ്റു, അത്രേ ഉള്ളൂ. ഞാൻ തോറ്റിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുക, അത് വേറെ കാര്യം. പിന്നെ എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ ആഗ്രഹമാണ്. അത് എനിക്കും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇനി വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകണില്ല. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടെ കാശുണ്ടാക്കി കൊണ്ടുവരണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യം ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതാലോചിച്ചിട്ട് പേടിക്കും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അയ്യോ ആ പാവഞ്ഞ് പട്ടിണി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ആ കാര്യത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കേണ്ട. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക. ഓ മൈ ഗോഡ്, ഡസൻറ്റ് അലൗ ഡോക്ടേഴ്സ് വിത്ത് മെൻ്റൽ ഇൽനെസ് ടു പ്രാക്ടീസ്. നിങ്ങൾ സീരിയസ് ആയിട്ട് ഒന്ന് IMA ആയിട്ടും അതുപോലെ തന്നെ ബാക്കി കൺസേൺഡ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആയിട്ടൊക്കെ ചോദിക്കണം. എനിക്ക്
വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് അല്ലേ ഈ കേസ്. സീരിയസ്ലി എനിക്കുള്ള ഡൗട്ട്. അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നില്ല. ഈസ് എലിസബത്ത് ആൻഡ് അമൃത ഫോക്കസ് ഓൺ ബോയ്സ് പ്രോപ്പർട്ടി നൗ? ഓ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു കമന്റിൽ ഉറപ്പിച്ചേക്കണം. നിങ്ങൾ പറയണോ ലീഗലി മാരീഡ് ചെയ്തിട്ടില്ല എന്ന്. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞു ഒരു ബന്ധമില്ല, അവള് വെറുതെ കിടക്കാൻ പോയതാന്ന്. എന്നിട്ട് പറഞ്ഞു പ്രോപ്പർട്ടീനെ ഫോക്കസ് ചെയ്യണ്ടോന്ന്. രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുക അങ്ങനെ പ്രോപ്പർട്ടിയിൽ കണ്ണുള്ള ആൾക്കാരെ. അപ്പൊ നിങ്ങൾ തന്നെ രണ്ടും അതായത് ഒന്നിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾ തന്നെ ഇടുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർ ദേ ഫീലിംഗ് ജലസ് ഓഫ് ദിസ് ഹാപ്പി ലൈഫ്? അത് ഹാപ്പി ലൈഫ് ആണോ? ഞാൻ ആ ലൈഫ് കഴിഞ്ഞിട്ടാ വന്നതുകൊണ്ട് അതുകൊണ്ട് ചോദിച്ചത് അത് ഹാപ്പി ലൈഫ് ആണോ എന്ന്. ആർ ദേ വർക്കിംഗ് ആസ് എ ടീം? ഇതുവരെ വർക്കിംഗ് ആസ് എ ടീം അല്ല. വേണമെങ്കിൽ ആലോചിക്കാം, ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓ ബാക്കിയുള്ള സ്റ്റോറി കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയോ? അത് യൂട്യൂബറിനോടാണ്. നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് സ്റ്റോറി കിട്ടിയോ? കുറെ ആൾക്കാരോട്, കുറെ മീഡിയ ആൾക്കാർക്ക് ഒരു ബക്കാർഡർ കുപ്പിയും അതുപോലെ തന്നെ എത്ര 5,000 10,000 കൊണ്ട് കൊടുത്തിട്ട് കുറെ യൂട്യൂബേഴ്സിനെ കൊണ്ട് സ്വന്തമായിട്ടുള്ള വീഡിയോകൾ ഇടിപ്പിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെയാണല്ലോ നിന്നായിരുന്നത്. ഇനി അതിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ പേരും എനിക്കറിയാം. അപ്പോ ഇനി അവരൊക്കെ ഇത് കണ്ടിട്ട് തിരിച്ച് ഉണ്ടാക്കാൻ വരുമോന്ന് അറിയില്ല. ഉണ്ടായിക്കോട്ടെ, കാര്യം ഉണ്ടാക്കാൻ വന്നാലും ഒരു കുഴപ്പമില്ല. ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനാണ് വന്നോണെ. ഞാൻ ഈ FB ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമല്ല എന്ന് മനസ്സിലാക്കുക. ഒന്നെങ്കിൽ ഇവരുടെ ആൾക്കാർ ഇത് പൊട്ടിച്ചു, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് എന്റെ FB ഡിലീറ്റ് ആക്കി. അതായത് പല സത്യങ്ങളും പുറത്തു വരണ്ടെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അത് ചെയ്തു, അത്രേ ഉള്ളൂ. സീരിയസ്ലി ഡൗട്ട്. നിങ്ങൾ ഇങ്ങനെ വിരോധാഭാസമുള്ള കമന്റുകളൊക്കെ ഇട്ടാൽ എന്താ ചെയ്യുക? ഐ വിഷ് യു ടു ഇമോഷണലി ഹീൽ, മൂവ് ഓൺ, ഗെറ്റ് മാരീഡ് ടു റൈറ്റ് പാർട്ട്ണർ ആൻഡ് ലിവ് എ ഗുഡ് ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കമന്റ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ഇവർക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇവരെന്നെ ഇന്നെ അഡ്വൈസ് ചെയ്യണു റൈറ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിച്ചിട്ട് ഗുഡ് ലൈഫ് ലീഡ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ഞാനേ കണ്ടു 2-3 ഈ കസ്തൂരിയസിന്റെ കമന്റ്. അപ്പൊ പല അക്കൗണ്ടിൽ നിന്ന് പല ആൾക്കാരാണോ നിങ്ങൾ കമന്റ് ചെയ്യണം? എന്നാ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടെങ്കിലും വേറെ വേറെ പേരെന്ന് നിങ്ങൾ കമന്റ് ചെയ്തോടെ. അതോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണോ ഒരു കസ്തൂരിയുടെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാക്കണം? അതോ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആരോടെങ്കിലും ദേഷ്യം, ഇന്നെ പോലെ ദേഷ്യമുള്ള വേറൊരു പെണ്ണിന്റെ പേര് വെച്ചിട്ട് അതിൽ അക്കൗണ്ട് തുടങ്ങിയതാണോ? അറിയില്ല. Anyway, living in the past and trying to label him as a bad won't help you heal in any way. എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് ആക്ച്വലി, സത്യമായിട്ട്. കാരണം ഞാൻ കുറെ കാലമായിട്ട് പേടി കാരണം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഇനി എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ വീഡിയോകളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. സോ എനിക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഡോണ്ട് ഹേറ്റ് കേരള, ബട്ട് ഇറ്റ്സ് ദ അതർ വേ അറൌണ്ട് ദാറ്റ് മേക്സ് മീ വെരി കോഷ്യസ് അബൌട്ട് കേരള. എന്താ വീണ്ടും കേരളത്തിനെ പറ്റിയിട്ട്? കേരളൈറ്റ്സ് ഹാവ് കൾച്ചറൽ റേസിസം. ഓക്കെ, റേസിസ്റ്റുകളാണ് ടുവേർഡ്സ് തമിഴ് ആൻഡ് ഹേർഡ് അബൌട്ട് മെനി ബാഡ് ഇൻസിഡൻസ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളും അതുപോലെ തന്നെ വിജയ്, അതുപോലെ തന്നെ രജനികാന്ത്, അതുപോലെ സൂര്യ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ സിനിമയെക്കാളും കൂടുതൽ കളക്ഷനൊക്കെ നേടുന്ന ഒരു സ്ഥലമാണ് കേരള. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. Therefore, I won't support a Tamil marrying a Malayali. എന്നിട്ട് സ്വന്തം സിസ്റ്ററും ബ്രദറൊക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാ ഈ ഒരു മലയാളീനെ കെട്ടാൻ സമ്മതിച്ചത്? അത് ഇതുപോലെ കളയാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങളുടെ ലിവറിന്റെ പ്രശ്നം കാരണം നിങ്ങൾക്കൊരു മെഡിക്കൽ ഹെൽപ്പ് വേണമായിരുന്നു, അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പണി തന്നതാണ്. എനിവേ, യു ഷുഡ് ബി ഹാപ്പി ആൻഡ് ഇൻകോമ്പാറ്റബിൾ റിലേഷൻ എൻഡഡ്. ഓ, ഇതൊക്കെ നിങ്ങൾ ഒരു വെൽവിഷറായിട്ട് ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പ് ഒക്കെയാന്ന് നിങ്ങളോട് പറഞ്ഞ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞോ ഇൻകോമ്പാറ്റബിൾ റിലേഷൻഷിപ്പാന്ന്? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറയണോ വെൽവിഷറാണെന്ന്, ചിലർ പറയണോ ഞാൻ ബ്രദറായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ചില സമയത്ത് നിങ്ങൾ തന്നെ ഓരോന്ന് പറയണ്ടേ നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ ഒന്നെങ്കിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരേ പേരിൽ ഒരാൾ തന്നെ കമന്റ് ചെയ്യുക, പല പല ആൾക്കാർ കമന്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ വിരോധാഭാസങ്ങൾ ഉണ്ടാവാണ്ടിരിക്കും. ഓക്കെ. Elizabeth was fixated on me and was making videos about my comments. Seriously, ഞാൻ ഫിക്സേറ്റഡ് ആണ്. നിങ്ങളുടെ കമന്റ്സ് മാത്രം ഞാൻ നോക്കിയിട്ട് നടന്നിരുന്നത്. സീരിയസ്ലി, കാരണം നിങ്ങളാണ് ഇത്ര പേഴ്സണലി ഉള്ള കമന്റ്സ് ഇടുന്നത്. ആദ്യം ഒരാൾ ഇട്ടുണ്ടായിരുന്നു,
ആ കമന്റ് ഞാൻ കണ്ടിരുന്നത്, അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പക്ഷെ പല ആൾക്കാരും ഓൾറെഡി ഞാൻ ചെയ്യണേണ്ട മുമ്പ് ആ വീഡിയോകളൊക്കെ ചെയ്ത കാരണമാണ് അയാളിനെ വിട്ടത്. ഓൾറെഡി അത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ആൾക്കാർ ഓൾറെഡി അതൊക്കെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു, ആരുടെ ആളാണ് ആ കമന്റ് ഇട്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കമന്റുകൾ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ട്. അതും ഇപ്പൊ കുറച്ച് നിങ്ങളുടെ വാക്കിലൊക്കെ കുറച്ച് ശുദ്ധി വന്നിരിക്കുന്നു. പക്ഷെ ഇതിനു മുമ്പ് ഭയങ്കര വൃത്തികേടായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിലും അതിന്റെ മുമ്പത്തെ നിങ്ങളുടെ കുറച്ച് ഡിലീറ്റഡ് ആയിട്ടുള്ള കമന്റ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ വുമൻ കാർഡ്, പ്രഗ്നൻസി കാർഡൊക്കെ പിന്നെ ഇറക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അത് ഇറക്കാൻ പാടില്ല, അവർക്ക് മാത്രമുള്ള കുത്തകയാണത്. ബട്ട് ഇറ്റ്സ് നോട്ട് ഓക്കെ ടു ഗെറ്റ് വൺ ബാഡ് കമന്റ് അബൌട്ട് ഹെർ. നിങ്ങൾ എന്നെ 100 കമന്റും എനിക്ക് വേണ്ടിയിട്ടിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യുക? മറ്റേത് 100 ആൾക്കാരാണ് 100 കമന്റ് ഇട്ടാണ്. പക്ഷെ നിങ്ങൾ ഒരാളിനെ പറ്റിയിട്ട്. അപ്പൊ നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യണമാണ്. ഇസ് ഷീ ദ വൺ ഹു വാസ് ഫീലിംഗ് ആൻഡ് ഹാസ് ഫീലിംഗ്സ് ആൻഡ് ഡിഗ്നിറ്റി? ബാക്കിയുള്ളവർക്കൊന്നും ഡിഗ്നിറ്റി ഇല്ല, എനിക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതും. അതുപോലെ തന്നെ ഇനി ഈ വീഡിയോ ഇത്ര പേടിച്ചിട്ട് നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഇനി ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചത്. ഡിഗ്നിറ്റി ഇല്ലാത്ത ആൾക്കാർ പലതും ചെയ്യും, അത് മാത്രമല്ല ചിലപ്പോൾ കൊല്ലും ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അതിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. All over your investigation skill is excellent. You should join CBI. I am an average wrong. I support him. My love unconditional. Oh my God, unconditional love. മനുഷ്യനിവിടെ ഒരാള് വയ്യാണ്ട് എടുക്കാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടല്ല, കല്യാണം കഴിഞ്ഞ ഓരോ 2 മാസം 10 ദിവസമാണ് ഐസിയും അതുപോലെ തന്നെ റൂം എന്ന് പറഞ്ഞിട്ട് ഓരോ 2 മാസം അഡ്മിറ്റായിട്ട് പേടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഇത് ചെയ്തിട്ടൊക്കെയാണ് കടന്നുപോയാണ്. അതിൻ്റെ ഇടയിൽ കുറേ ക്രൈം, ഇത് പോലീസ് അന്വേഷണം, അതുപോലെ തന്നെ ഇടയിൽ ഓരോ പറ്റിക്കല്, അതിൻ്റെ ഇടയിൽ ഫിസ്റ്റുല സർജറി, അതിൻ്റെ ഇടയിൽ മോഷൻ കഴുകല്. വല്ലാത്ത മോഷൻ കഴുകലായിരുന്നു. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഒക്കെ ഉള്ള കാരണം അങ്ങനെ പെയിൻ ഉള്ളുമ്പോൾ 10-20 തവണ പോവും. ഞാൻ പെയിൻ സഹിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നില്ല, പക്ഷെ അതൊക്കെ കഴുകിയ ആളിനെ ഒറ്റ ചവിട്ടുമ്പോൾ അതൊക്കെ പറയേണ്ട കാര്യമാണല്ലോ. പിന്നെന്താ ടൈഫോയിഡ്, പിന്നെന്താ പിന്നെ എല്ലാ കേസിലും നമ്മൾ തന്നെ പ്രതിയാക്കുകയാണല്ലോ. എല്ലാത്തിലും കൊണ്ടുപോയിട്ട് അതിലേക്ക് കൂട്ടുപ്രതിയാക്കുക. അടിപൊളി. അൺകണ്ടീഷണൽ ലവ്, അടിപൊളി. നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളിലായിരിക്കും അൺകണ്ടീഷണൽ ലവ് കൊണ്ട് തന്നെ. ഓക്കെ, അല്ലാണ്ട് അത്രമാത്രം സംഭവങ്ങളൊന്നുമല്ല. I have mentioned few times I am just a fan and well-wisher. Oh my God, well-wisherക്കൊക്കെ ഞങ്ങളുടെ ഫാമിലിയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ആൾക്കാർ പറഞ്ഞത് ഇന്ന റൂമിലിരുത്തിയിട്ട് പുറത്ത് വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. നാട്ടുകാരും പറഞ്ഞു. മാഡത്തിന് ആക്ച്വലി വട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ വരുന്ന കേസുകളൊന്നും ഞങ്ങൾ ആദ്യം പറയാണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ വയ്യാണ്ടിരിക്കുമ്പോൾ നോക്കണ കണ്ടിട്ട് ഞങ്ങൾക്ക് വിഷമമായിട്ട് പറഞ്ഞാണ് ഇവിടുന്ന് പൊക്കോളൂ, നിങ്ങളെന്നെ ചതിക്കുകയാണ്, ഞങ്ങളിത് കുറേ കാലമായിട്ട് സഹിക്കുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇത് എവിടെയും വന്നിട്ട് പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ തന്നെ ആപത്താണ്, ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് പ്രതികരണ ശേഷിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലയെന്ന് എന്നോട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് വട്ടാന്നും അങ്ങനത്തെ കേസുകളൊക്കെ ഓൾറെഡി പറഞ്ഞ് പരത്തി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഓൾറെഡി അറിയണ ആളുമാണ്. ഐ പേഴ്സണലി ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് എനിവൺ. ഓ മൈ ഗോഡ്, അത് അടിപൊളി. പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല, എനിക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശമില്ല, അതുപോലെ തന്നെ എനിക്ക് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമില്ല. പേഴ്സണലി ഞാനൊന്നും ആരെയും പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. ഹൗവർ ഐ വോണ്ട് അക്സെപ്റ്റ് ബാഡ് കമന്റ്സ് ലൈക്ക് NPD, വുമനൈസർ എക്സെട്ര. വുമനൈസർ നിങ്ങൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അത് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ ഡിഫെൻഡ് ചെയ്യും. കറക്റ്റ് പോയിന്റ് ഇപ്പോഴാണ് എത്തിയത്. ഐ വോണ്ട് ഡിഫെൻഡ് മൈ ഓൺ ബ്രദർ. ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ സ്വന്തം ചേച്ചിയാണിത് പറയണതെന്ന്. അത് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ പല വീഡിയോകളിലും നിങ്ങൾ ലൈക്ക് മൈ ഓൺ സിസ്റ്റർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കമന്റ് ഇട്ടേ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ പല കമന്റുകളും, അതുപോലെ തന്നെ മലയാളികളോടുള്ള ദേഷ്യം ഞാൻ പല സമയത്ത് ഇയാളും കൂടി സംസാരിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഈ മലയാളികളൊക്കെ ഇങ്ങനെയാണെന്നും അതുപോലെയൊക്കെ പറയണ പല തവണയും കേട്ടിട്ടുണ്ട്. സോ സെയിം ടോണാണ്.
അത് ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലായിരിക്കാം, ചിലപ്പോൾ എൻ്റെ മെൻ്റൽ ഇൽനെസ് കൊണ്ട് തോന്നുന്നതായിരിക്കാം, അറിയില്ല. ബട്ട് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു, വെൽവിഷർ, അതുപോലെ തന്നെ ഫാൻ. ഇപ്പോൾ മൈ ഓൺ ബ്രദർ പറയുന്നുണ്ട്, ഓൺ സിസ്റ്റർ ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് പോയിന്റ് ഇവിടെ വന്നു. ഐ വിൽ കൺവേ ദം ദ പെയിൻ ഓഫ് സച്ച് വേർഡ്സ് ഇൻ മൈ റിപ്ലൈ, ദാറ്റ്സ് ഓൾ. ഒരാൾക്ക് അങ്ങനെ പെയിൻ ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളവരുടെ മെഡിക്കൽ ലൈസൻസ് കട്ട് ചെയ്യും, ഈവൻ എന്തൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അതൊക്കെ പോട്ടെ. I never hide or delete any comments. I don't know why some people are mentioning about not being able to see the comments. എനിക്ക് നിങ്ങൾ എന്താണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടു ഓൾറെഡി. ഞാൻ മുമ്പിട്ട കമൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയരുത്, കാരണം നിങ്ങളുടെ ഭാഷയിൽ ഭയങ്കര ശുദ്ധി വന്നിട്ടുണ്ട്. ആദ്യത്തെ കമൻറ്റുകളിൽ വന്നിട്ടുള്ള ആ ഒരു ശുദ്ധി അല്ലെങ്കിൽ ആ ഒരു വൃത്തികേട് അല്ല ഇപ്പോഴത്തെ കമൻറ്റുകളിൽ വരുന്നത്. ഒന്ന് പോളിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഇടുന്നത്. അതിൻ്റെ ഉദ്ദേശം ആൾക്കാർ കാണുന്നതാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ. പക്ഷെ പേടിക്കേണ്ട കാര്യം എന്താ, എല്ലാ തരത്തിലുള്ള ബലല്ലേ, അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല വട്ടി കേസ് പറയണതന്നെ എന്തിനാണ് വിശ്വസിക്കേണ്ട കാര്യം. സോ ഹൗ ഇസ് ദ മെന്റലി ഇൽ എലിസബത്ത് റിവെഞ്ച് ഗെയിം ഗോയിങ് ഓൺ? ഇസ് അമൃത മേക്കിംഗ് ഹെർ സ്ക്രിപ്റ്റ്സ്? ഓ മൈ ഗോഡ്, എന്ത് വന്നാലും അമൃതേനെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇനി അറ്റാക്ക് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയണത്? മനസ്സിലാവണില്ല. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത്. എലിസബത്ത് റിവെഞ്ച് ഗെയിം, ഈ മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെ റിവെഞ്ച് ഗെയിമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കും സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് അമൃതയുടെ പേരിട്ടുണ്ടാവുക. ഓക്കെ. Does anyone know the real details? I heard most Malayalis fools fell for their gameplay and supporting that sick woman. Okay, ഞാനായിരിക്കും ആ sick woman. Is there anyone with brain here who knows real facts? Okay, real facts അറിയില്ലെങ്കിൽ ആ റിയൽ ഫാക്ട്സ് ഒക്കെ ഒന്ന് വിളിച്ച് പറയൂ. നിങ്ങൾക്കല്ലേ ആൾക്കാരുള്ളത് പറയാൻ വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്, പല തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പല ലിങ്കുകളുണ്ട്, പല തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോകളിൽ വരും. അത് കിടക്കട്ടെ, അടുത്ത വീഡിയോയ്ക്ക് കിടക്കട്ടെ. ഇതൊന്നുമില്ല, ഈ അക്കൗണ്ടിൽ നിന്നാണ് വന്നോണേന്ന് ഞാൻ ഒന്നും കൂടിയും സ്ക്രീൻഷോട്ട് എടുത്തിട്ടതാണ്. B2Q എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സാധനം. അതായത് ഇവരെ അക്കൗണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇത് കാണാം. വീണ്ടും മലയാളി വിരോധം. യു ഗോ ആൻഡ് ക്രൈ വിത്ത് കേരള മീഡിയ, ഇറ്റ് വിൽ വർക്ക് വിത്ത് ഓൾ ദോസ് റേസിസ്റ്റ് പീപ്പിൾ. മൈ ഗോഡ്, കേരളയിൽ റേസിസ്റ്റ് പീപ്പിൾ. ഞാൻ എത്രമാത്രം അവിടെ റേസിസം ഉണ്ടായിരുന്നു എന്ന് ആ വീട്ടിൽ കണ്ടതായിരുന്നു. എന്നിട്ട് നിങ്ങൾ പറയണു കേരളത്തിൽ റേസിസ്റ്റ് പീപ്പിളാണെന്ന്. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് അവരെ ഇത്ര നന്നായിട്ട് കൊണ്ട് നടക്കണം, ഇത്രയ്ക്കൊക്കെ കാണിച്ചിട്ടടക്കം അവരെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ഒരു ആൾക്കാർ പോലും ഒരു ലോ പോലും അയാൾക്കെതിരെ പോണില്ല, എന്നിട്ടും റേസിസ്റ്റ് പീപ്പിൾ എന്നാണ് പറയണത്. മാത്രമല്ല പുള്ളിയാണെങ്കിൽ പറയണെങ്കിൽ ഇന്ന അറസ്റ്റ് ചെയ്താൽ ഇവിടെ ഇലക്ഷൻ പോലും നടക്കില്ല, ഫണ്ട് വരില്ല അങ്ങോട്ട്. എനിക്കറിയില്ല പുള്ളിക്ക് എവിടെ നിന്ന് എത്ര ഫണ്ട് എന്ന്. പക്ഷെ പുള്ളി പറയണത് പുള്ളീനെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും ഇലക്ഷൻ പോലും നടക്കില്ല എന്നാണ് പറയണത്. അതെനിക്കറിയില്ല അതിൻ്റെ ഫാക്ട് എന്താന്ന്. ഞാൻ ആർക്കും കാശ് കൊടുക്കണമെന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈവൻ എൻ്റെ ഇറക്കം ഒരു പെണ്ണിനൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി കേസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്ന സംഭവമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടായിട്ടുണ്ടാവും ഇങ്ങേരുടെ അപ്പൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ടുണ്ട്. അപ്പം അതിൽ 10-20 കോടി വന്നു എന്നാണ് കേൾക്കണേ. അതിൽ 6 കോടി സംതിങ് വൈറ്റ് മണി ആയിട്ടും ബാക്കിയൊക്കെ ബ്ലാക്ക് മണി ആയിട്ടും ആണ് വന്നതെന്നാണ് കേട്ട് കേൾവി. അതിൽ 1 കോടി പോയിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ, ഇങ്ങേരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറിൻ്റെ കയ്യിലും, അതുപോലെ തന്നെ പിന്നത്തെ കുറച്ച് കാശ് ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട എല്ലാ ക്രൈമിനെയും പാർട്ട്ണറായിട്ടുള്ള ഒരാളുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്നൊക്കെയാണ് കേട്ട്. അതുപോലെ തന്നെ ആ ഒരു ഇതിൽ കാറും എടുത്തു എന്നൊക്കെയാണ് കേട്ട് കേൾവി. ഇതിലൊന്നും എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഞാൻ കേട്ട് കേൾവികളും എല്ലാതും എനിക്കറിയണ
ഇതൊക്കെ ഈ ഒരു വീഡിയോകളിൽ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ വരുന്ന വീഡിയോ മാത്രമല്ല, ഇനി വരുന്ന വീഡിയോകളിലൊക്കെ പറയാമെന്നാണ് വിചാരിച്ചത്. മാത്രമല്ല, ഓക്കെ, ഈ പറയണമൊക്കെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത്ര കള്ളപ്പണമൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. മാത്രമല്ല, ഇനി അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ നിങ്ങൾക്ക് കേസെടുക്കാം. ഞാൻ ഏത് ജയിലിലേക്കും വരാൻ തയ്യാറാണ്. 100% ഷുവർ, നോ പ്രോബ്ലം. ഓക്കെ. ആസ്ക് ദ ചാനൽ ഹു ഡിലീറ്റഡ് മൈ കമൻറ്റ്. ആക്ച്വലി ഈ ചാനലായിട്ട് തന്നെ നിങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ചാനലുണ്ടെന്നറിയാം, ബട്ട് അതിക്ക് കറക്റ്റ് അറിയാത്ത കാരണമാണ് ഒരു പ്രശ്നം. പിന്നെ യു പ്ലീസ് ഫോക്കസ് ഓൺ മെന്റലി ഇൽ എലിസബത്ത് ആൻഡ് മാനിപ്പുലേറ്റീവ് ഡ്രാമ ക്വീൻ അമൃത ആൻഡ് ആസ്ക് ദം ടു ഗെറ്റ് ട്രീറ്റ്മെന്റ്. ഓ, അപ്പോൾ മാനിപ്പുലേഷനും ആക്ച്വലി ട്രീറ്റ്മെന്റ് വേണം, എനിക്കും ട്രീറ്റ്മെന്റ് വേണം. ഓ മൈ ഗോഡ്. ബാക്കിയുള്ള ആർക്കും ട്രീറ്റ്മെന്റ് വേണ്ട, ബാക്കി എല്ലാവരും അവിടെ നോർമലായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ ഓക്കെ, വെരി നൈസ്. പിന്നെ എന്തുട്ടാണ്, അമൃതയുടെയും എലിസബത്തിന്റെയും മിസറിയുടെ റെസ്പോൺസിബിൾ അവരല്ല, അവരെന്നെയാണ് റെസ്പോൺസിബിൾ. അപ്പൊ ഈ ചെയ്തതൊന്നും കുഴപ്പമില്ല, ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് പീഡിപ്പിച്ചത് കുഴപ്പമില്ല. എന്താണ്, ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അന്നത്തെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടക്കണേ. അത് ഞാൻ ആദ്യം തന്നെ ഇങ്ങേരുടെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ ഇവര് ദേഷ്യത്തില് ഇങ്ങേര് ഫോൺ എടുത്തിട്ട് എന്റെ മോത്തിക്ക് എറിഞ്ഞു. ആ മുഖം ഒന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് പോയി ബാക്കിലത്തെ ഷെൽഫിൽ കൊണ്ടു. ഷെൽഫ് ഗ്ലാസ് ആയിരുന്നു, ഗ്ലാസ് പൊട്ടി. ഇവൻ ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കഴുത്തിലൊക്കെ വെള്ളം, ആ ഗ്ലാസ് പൊട്ടിയിട്ട് എന്റെ കണ്ണിലെ വെള്ളം, കാരണം എന്റെ മുഖത്തിന്റെ ഡയറക്ഷനിലാണ് എറിഞ്ഞത്. അപ്പോൾ അതൊന്നും മിസറി അല്ല. അപ്പൊ പറഞ്ഞ ഒരു ഇതുണ്ട്, അവൻ സിനിമ നടനല്ലേ എന്ന്. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു പെണ്ണിനെ അങ്ങനെയാണ് തോന്നണേന്നുള്ളത് ഭയങ്കര കഷ്ടം. അത് കഴിഞ്ഞിട്ട് അത് നാണല്ലാണ്ട് എന്റെ വീട്ടിക്ക് ഇതൊക്കെ വിളിച്ചിട്ട് പറയാൻ പോലീസിനെ കൊണ്ടും ഇയാളും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഇയാളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന്. അതും അമ്മയോട് പറഞ്ഞു എന്ന് അപ്പൊ പറഞ്ഞില്ല, ഫ്രണ്ടിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ്. അടിപൊളി. ഇതൊന്നും ചെയ്തിട്ട് റെസ്പോൺസിബിൾ അല്ല മിസറിക്ക്. അപ്പൊ ഈ അടിക്കണൊക്കെ പിന്നെ എന്താണാവോ, ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ അടി കിട്ടുക, ആർക്കെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അതിനെ നമുക്ക് മുഖത്തേക്കൊരു അടി, ആ അടി കഴിഞ്ഞാൽ നമുക്കൊരു 5-6 സെക്കൻഡ് ഗ്രേ കളറാണ്. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും തന്നെ കൈകൊണ്ട് അടിക്കണം. നമുക്ക് വട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ തന്നെ കൈകൊണ്ട് അടിച്ചിട്ട് ഉണ്ടാക്കണമായിരിക്കും. ശരി. ഓ, ഈ പെണ്ണുമ്പിള്ള വിട്ടിട്ടില്ല. എലിസബത്ത് നീഡ് സപ്പോർട്ട് ഫ്രം എ സൈക്കാട്രിസ്റ്റ് ആൻഡ് ഹെർ ഓൺ ഫാമിലി. നോൺ ഫാമിലി എന്നെ സഹായിക്കുന്ന കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ നിൽക്കണത്. എന്റെ ഡാഡിയും മമ്മിയും ഇടം വലം പില്ലേഴ്സ് പോലെ നിൽക്കുന്നുണ്ട്. സോ എന്റെ ഓൺ ഫാമിലി നല്ല സപ്പോർട്ടാണ്, അല്ലാണ്ട് നിങ്ങളാണോ എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട്, അതും എനിക്കുണ്ട്. സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. ഫൂൾസ് ഹു ക്രൈ ഫോർ വുമൻ, സിമ്പത്തൈസ് ഫോർ വുമൻ, ബിലീവ് വാട്ട് എവർ ദേ സേ ക്യാൻ സപ്പോർട്ട് ടു, ബട്ട് ഷീ ക്യാൻ മാരി ഓർ പ്രാക്ടീസ് മെഡിസിൻ. ഓ, അതിന്റെ ഒരു തരത്തിലും വിട്ടിട്ടില്ല. അവർ ഉറപ്പിച്ചിട്ട് എനിക്ക് ഇനി ഒരു കല്യാണം അവർ നടത്തില്ല, എന്റെ ഒരു മെഡിസിനും പ്രാക്ടീസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. നടത്ത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യേ. കാണിച്ചത് എന്നെ കൊണ്ട് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതിരിക്കാനും അതുപോലെ തന്നെ മാരേജ് ചെയ്യാനും. മാരേജ് ചെയ്യാൻ എനിക്ക് ഇനി വലിയ താല്പര്യമില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചെയ്താലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാതെ എനിക്ക് വലിയ കുഴപ്പമില്ല, നിങ്ങളത് ക്യാൻസൽ ചെയ്താലും വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഫിറ്റ്നസ് ഉണ്ട് അത് ചെയ്യാറുള്ളത്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരും ഒന്നും മിണ്ടാനില്ല. ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നതും ഇനിയുമുള്ള കള്ളത്തരങ്ങളൊക്കെ ഇനി പറയാൻ പോണതൊക്കെ നിങ്ങളൊന്നും ആക്ഷൻ എടുക്കാത്ത കാരണമാണെന്നുള്ളത് വേറെ കാര്യം. ബോത്ത് ആർ നോട്ട് അലൗഡ് അണ്ടർ ഇന്ത്യൻ ലോ. സോ പുള്ളിക്കാരി വക്കീലും കൂടിയാണ്, അതുകൊണ്ടാണ് ബോത്ത് ആർ നോട്ട് അലൗഡ് അണ്ടർ ഇന്ത്യൻ ലോ എന്നൊക്കെ പുള്ളിക്കാരി പഠിച്ചിട്ട് പറയണ്ടേ. എനിക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസ് മെഡിസിൻ. കുറച്ച് മുമ്പത്തെ കമന്റിൽ പുള്ളിക്കാരി പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിട്ട് ജീവിക്കാൻ നോക്കുക, അപ്പോൾ ഇതിന്റെ വിഷമം മാറുന്നു. ഇപ്പൊ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. എന്താണ് നിങ്ങൾ പല കമന്റുകളിൽ വന്നിട്ട് പല ആൾക്കാരാണോ കമന്റ് ഇടുന്നത്? ഒരു അക്കൗണ്ട് തന്നെ പല ആൾക്കാർ തന്നെ യൂസ് ചെയ്യണമെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അതൊക്കെ അറിയാം. ഷീ ഈസ് എ ഗുഡ് ലേഡി, യൂസസ് ഹെർ ടൈം വൈസ്ലി, ലിവിങ് ഹെർ ലൈഫ്. അതൊക്കെ ഭയങ്കര നന്നായിട്ട് അറിയില്ലേ. കാരണം ഞാൻ ഓൾറെഡി ഉള്ള സമയത്ത് കോളുകളും അതുപോലെ തന്നെ പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്
അത് ഞാൻ എൻ്റെ കുട്ടീനെ പോലെ തന്നെ കാണുന്ന ഒരാളാണ്. എന്താണ്, ഓർഫനാണ്. ആ കുട്ടിക്ക് വട്ടാണ്. അപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് എല്ലാവർക്കും വട്ടായിട്ട് ഇയാൾ ഓൾറെഡി ചാപ്പ കുത്തിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണല്ലോ, അതുകൊണ്ടുള്ള സ്നേഹത്തോണ്ട് ഞാൻ റിപ്ലൈ ചെയ്യണേ. നീ എന്താ എൻ്റെ കുട്ടീനെ ഞാൻ പോയിട്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യോ? ഞാൻ എൻ്റെ കുട്ടീനെ പോകണ കാണുന്ന. ഇപ്പൊ കുട്ടീനെ എങ്ങനെ കാണണേന്ന് എന്നിട്ടാണ് നമ്മൾ കുറെ കേസുകൾ കണ്ടുല്ലോ, കുട്ടീനെ എങ്ങനെ കാണണേന്ന് ഇപ്പൊ നമ്മൾ കണ്ടു. അപ്പോൾ തെറ്റില്ല ഈ ചെയ്യണമൊക്കെ. പിന്നെ വേറൊരാള് ഓൾറെഡി ഇങ്ങനെ എൻ്റെ വൈഫാണ്, ഓക്കെ നിങ്ങൾ ലീഗലി മാരേജ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണല്ലോ. ഓക്കെ, എന്നാലും വീഡിയോയിലൊക്കെ എൻ്റെ വൈഫാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ടും പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാതിരി കമന്റ് എന്നിട്ട് മെസ്സേജുകളും അതുപോലെ തന്നെ ഇതുപോലത്തെ വൃത്തിയിട്ട കോളുകളൊക്കെ ചെയ്ത നിങ്ങൾ ഗുഡ് ലേഡി. ഞാൻ ഭ്രാന്തി, ഓക്കെ, എനിക്ക് ഭ്രാന്താന്ന് തന്നെ ആയിരിക്കും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പറയാൻ പറ്റില്ല നിങ്ങളെന്നെ പുള്ളീനെ. അപ്പോൾ ഇത്രയ്ക്കും ഭ്രാന്തായിട്ടുള്ള ഒരാളിനെ ഇറക്കി വിട്ട ഒരാളിനെ വീണ്ടും അസുഖമായിട്ട് ഒരു രാത്രി 3 മണിക്ക് ചോര ഛർദിച്ചിട്ട് എന്നെ വീഡിയോ കോൾ വിളിക്കുക. നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കും, ഞാൻ ഈ ബാൻഡിങ്ങും എൻഡോസ്കോപ്പിയും ഒന്നും ചെയ്യില്ല, നീ വരണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ കുന്നംകുളത്താണ് ആ സമയത്ത്, പുള്ളി ഹോസ്പിറ്റലാണ്. അപ്പോൾ എന്തിനാ ഇത്ര വട്ട് കേസും ഫ്രോഡ് കേസും അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടുള്ള ആൾക്കാരനെ അങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്താ? പക്ഷെ പിന്നെ എല്ലാ കാര്യം മനസ്സിലായി, പുള്ളി എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു നോക്കിയിട്ടുണ്ട്. അവസാനം അവരൊക്കെ പേടിച്ചു, ഇനിയിപ്പെങ്ങാനും ചത്ത അവരുടെ തലയിലാ പോകുന്നത്. അപ്പോൾ പിന്നെ വിളിക്കാൻ പറ്റുന്നത് ഇങ്ങോട്ടാണല്ലോ, വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്നെ ആരും വരില്ല, അത് വേറെ കേസ്. അപ്പോൾ പിന്നെ എന്നെ വിളിച്ചിട്ട് അവിടെ പണിക്കാരിയായിട്ട് നിർത്തി കുറച്ച് കാലത്തേക്ക്. അപ്പോൾ പണിക്കാരുടെ യൂസായിരുന്നു ഉണ്ടായിരുന്നത്. മിനിമം നിങ്ങൾക്ക് പണിക്കാരുടെ വേജെങ്കിലും തരായിരുന്നു, അതും ഇല്ല. ഫ്രീ കോസ്റ്റ് ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രീ കോസ്റ്റുമാണ്, എല്ലാ തെണ്ടിത്തരം ചെയ്യാനും പറ്റും. പിന്നെന്താണ്, ഇടയ്ക്ക് ലീഗലി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാനും പറ്റും. അതുപോലെ ഇതുപോലത്തെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തോന്നിവാസം പറയിപ്പിക്കാനും പറ്റും. എന്നിട്ട് പിന്നെ ചില മാലാകന്മാർ സ്വർഗത്തുനിന്ന് ഇറങ്ങി വരും. ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, ഈ പറഞ്ഞ പുതിയ ഭാര്യനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് വേറൊരു പട്ടിക്കുട്ടീനെ, നമ്മുടെ നിയോ ബേബിക്ക് കുട്ടികളുണ്ടായിരുന്നു എന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നിയോ ബേബിയുടെ ഒരു കുട്ടീനെ വിറ്റ പെണ്ണിനെ കുറച്ചു കാലം അവിടെ കൊണ്ടുപോയി നിർത്തിയായിരുന്നു. അതൊക്കെ അവിടെ പോയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ നമ്മളോടൊക്കെ സ്നേഹം ഉണ്ടാവുമല്ലോ, കുറച്ചു കാലം അവിടെ നിന്നിട്ട് ഭക്ഷണം കഴിച്ചതും കുറച്ചു നേരം സംസാരിച്ചതും കളിച്ചതൊക്കെ ആണല്ലോ. അപ്പോൾ അവരായിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ബർത്ത്ഡേ വീഡിയോകളിലൊക്കെ കാണാൻ പറ്റും ഏതായിരുന്നു പെണ്ണെന്ന്. അവരൊക്കെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോൾ അവരിനൊക്കെ ഇറക്കി വിട്ടുവെന്നും, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയണം, നിങ്ങൾ ഏത് നിലയിലാണ് ഞാൻ ഏത് നിലയിലാണ് അറിയണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞതെന്നൊക്കെയാണ് കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ഇപ്പം ഈ പുതിയ ലേഡി. ഞാൻ മെഡിസിൻ തെറ്റിക്കൊടുത്തൊക്കെ എങ്ങനെ കണ്ടു എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഈ മെഡിസിൻ തെറ്റിക്കൊടുത്ത കഥയൊക്കെ കുറെ ആൾക്കാരോട് ഇയാൾ എനിക്ക് തെറ്റായിട്ടുള്ള മെഡിസിനാണ് തരണേന്ന് ഒക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അത് ഞാൻ ഇങ്ങേരുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു ആക്ടറിനോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങേരുടെ ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം, ഇനിയൊരു പെണ്ണും അവന്റെ വീട്ടിൽ കയറില്ല, എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഇയാൾ മുമ്പേ അതൊക്കെ ഇയാള് എപ്പോഴും മാനിപ്പുലേറ്റീവായിട്ട് ഞാൻ ഈ പുള്ളിയുടെ വീട്ടിൽ കാല് കുത്തണതിന് മുമ്പ് എങ്ങനെ എന്നെ ഇറക്കി വിടണമെന്ന് പ്ലാൻ ചെയ്ത ആളാണ്. സോ വെരി മാനിപ്പുലേറ്റീവ് ആളാണ്. സോ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ തെറ്റുള്ളൂ. പക്ഷെ ഈ പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു, എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഓൾറെഡി 2-3 പെണ്ണുങ്ങൾ ഓൾറെഡി വന്ന് അവിടെ നിന്ന് പോയിട്ടുണ്ട്, അവരിനെയൊക്കെ ചതിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പറയണത് ഇന്റെ തെറ്റ് ഈ പെണ്ണ് കണ്ടുപിടിച്ചു, ഈ മാലാഖി ഇല്ലെങ്കിൽ പുള്ളി ചത്തേരുന്നു എന്നൊക്കെയാണ് പറയണത്. സോ അതെനിക്കറിയില്ല. ഞാൻ ഇതുവരെ ഇവരുടെ ഫോണിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ കമന്റ് അല്ല വാട്സാപ്പ് മെസ്സേജുകളിലൂടെയും മാത്രമാണ് കണ്ടിട്ടുള്ളൂ. Well, my comments are reply to your negativity. If you throw negativity at others, positivity won't come to you.
ഓക്കെ, ചിലരുടെ സപ്പോർട്ടേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആ സപ്പോർട്ടേഴ്സ് ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടറിയാം. അത് ഓൾറെഡി യൂട്യൂബിൽ പല ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. ആരാണ്, ഞാൻ അവരുടെ പേരൊന്നും പറയില്ല, ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റിൽ നിന്ന് വന്നതാണ്. പിന്നെ അത് ആരുടെയാണ് ആ ഡിവിഷൻ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചതാണ്. ഇറ്റ്സ് അതർ ഹു ഹാവ് ബീൻ മേക്കിംഗ് ബാഡ് കമന്റ്സ് അബൌട്ട് that person for that past several months, such as NPD, fraud, etc. Also many legal cases from other side. ലീഗൽ കേസസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇനി അടുത്ത ലീഗൽ കേസിന്റെ കാര്യങ്ങൾ അടുത്ത ഇതിലൊക്കെ വരുന്നതായിരിക്കും എനിക്കറിയണത്. If you accuse someone to try damage their reputation, then there will be a reaction in some way. Mine is only a reaction. അതെപ്പോഴും പറയേണ്ട ഡയലോഗ്. For every action there is a reaction. ഇന്റെ റിയാക്ഷൻ എന്നത് റിയാക്ഷൻ, ഉന്നത് ആക്ഷൻ. ആക്ഷൻ ഉണ്ടായാൽ എപ്പോഴും റിയാക്ഷൻ ഉണ്ടെന്ന് ഓർക്കണം. ഇതിൽ എനിക്ക് വീണ്ടും ഡൗട്ട്, ആരാണ് ഈ കസ്തൂരി എന്നുള്ളത്. ഐ ഡോണ്ട് ഹാവ് എനി ഇൽ ഇന്റൻഷൻ ടു ഹാം എനി വൺ. ഓ മൈ ഗോഡ്, ഹാം എനി വൺ ഇന്റൻഷൻ ഇല്ലാണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയണത്, എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ഈ സമയത്തേക്ക് പറയാൻ തോന്നുന്നത് ഒരു ഡയലോഗ് ഒളിമ്പ്യൻ അന്തോണി ആദ്യത്തിലത്തെ ഒരു ഡയലോഗാണ്, ബൈബിളിൽ നിന്നൊരിത്. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് മോഹൻലാലിന്റെ വോയിസിൽ പറയുമ്പോൾ കുറച്ച് രസമൊക്കെ ഉണ്ട്, ഞാൻ പറയുമ്പോൾ വലിയ പഞ്ചൊന്നുമില്ല. പക്ഷെ അതാണ്, കുറേ തെറ്റുകൾ ചെയ്തില്ലേ. അപ്പോൾ എനിക്കറിയില്ല ഇതൊക്കെ ലോ ഒക്കെ ഇതൊക്കെ കണക്കിൽ കൂട്ടുമെന്ന്, അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണു. എനിക്കെന്ത് സംഭവിച്ചാലും ഇതൊക്കെ എൻ്റെ ലാസ്റ്റ്, ഇതൊരു തമാശയായിട്ട് കണക്ക് കൂട്ടാണ്ട് എൻ്റെ ലാസ്റ്റ് വേർഡ്സ് ആയിട്ട് നമ്മൾ ചാവണേണ്ട മുമ്പ് ഡൈൻ ഡിക്ലറേഷൻ എടുക്കില്ലേ, അതുപോലത്തെ സാധനമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം. കാരണം കൂടോത്രം ബ്ലാക്ക് മാജിക്കും അതുപോലെ തന്നെ ഗുണ്ടായസും അതുപോലെ തന്നെ പലതരം ഇൻഫ്ലുവൻസുകളും അതുപോലെ തന്നെ നമ്മുടെ കസ്തൂരിയും എല്ലാം അത് മാഞ്ഞു പരിശ്രമിക്കുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരണമായിരിക്കും. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. വിചാരിച്ച പോലെ തന്നെ ഈ ഒരു കേസിന് ഒരു അന്ത്യം ഉണ്ടാവൂല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കേസാണ്. ഇതൊരു അൾട്ടിമേറ്റ് ലൂപ്പാണ്. ഇത് എവിടെയും ചെന്ന് അവസാനിക്കുന്ന ഒരു ലക്ഷണം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാല ഇത് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ട്, ബാല ഇതിനെതിരെ ശക്തമായിട്ട് പോകുന്നുള്ള രീതിക്കൊക്കെ ബാല ഒരു വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതേ എലിസബത്ത് അടുത്ത വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. എലിസബത്തിൻ്റെ ഈ ഓരോ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ ബാല എത്രത്തോളം ബാലയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇനി ബാല തെളിയിക്കട്ടെ. ബാല ഇവർ ഈ പറയുന്നതിനകത്തൊക്കെ സത്യമില്ലാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ബാലേനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇപ്പം വന്നേക്കണം ഇതൊക്കെ വെച്ചിട്ട് ബാലയ്ക്കിട്ട് നല്ല പണി കിട്ടാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇനി ബാലയുടെ ഈ മറ്റേ സപ്പോർട്ടും അല്ലെങ്കിൽ സപ്പോർട്ടും പോട്ടെ, ബാലയുടെ ഈ പോലീസിനകത്തുള്ള പിടിപാടൊക്കെ വെച്ചിട്ട് ബാല ഊരിപ്പോരോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയണം. കാര്യം അത്രത്തോളം ആണ് ബാലയ്ക്കെതിരെ വരുന്ന അലിഗേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. കാര്യം ഒരു ബാല അമൃതേനകത്ത് തുടങ്ങിയ വിഷയമാണ്. പിന്നെ ഇതിപ്പോൾ ബാല അമൃത എലിസബത്തായി, ഇപ്പം കോകിലയായി, പിന്നെ വേറെ ഏതാണ്ടൊരു പെണ്ണിൻ്റെ പേര് കസ്തൂരിയോ അങ്ങനെ ഏതോ ഒരു പെണ്ണ്, കമൻ്റ് ഇടുന്ന ഒരു പെണ്ണ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഇതിനെവിടെ ഒരു അന്ത്യം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിക്കണം. അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ബിസി.